ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ 3rd ചാപ്റ്ററാണ്. ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്ററായ ഗാന്ധിജിക്ക് നമക്കഥ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസും മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതൊരു കഹാനിയാണ് അല്ലേ. കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ. കഹാനി എന്താണ്? സ്റ്റോറി അല്ലേ. അപ്പോൾ സ്റ്റോറി ടൈപ്പ് നോക്കൂ. ഗാന്ധിജിക്ക് നമക്കഥ, ഗാന്ധിജിക്ക് നമക്കഥ. ഗാന്ധിജി എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഗാന്ധിജിക്ക് നമക്കഥ, ഗാന്ധിജിയുടെ ഉപ്പിൻ്റെ കഥ അല്ലേ. റൈറ്ററിൻ്റെ പേരെന്താണ്? ഉദയൻ വാജ്പേയി. എന്താണ്? ഉദയൻ വാജ്പേയി. ഓക്കെ, നമുക്ക് സ്റ്റോറി വായിച്ച് നോക്കിയാലോ. നമുക്ക് സ്റ്റോറി വായിച്ച് നോക്കാം. ഏക് രാജാക്ക് 3 ബേട്ടിയാം തീ. ഒരു രാജാവിന് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അല്ലേ. 3 ബേട്ടിയാം തീ. തും ചാഹേ തോ ഉസ് രാജാക്ക് 4 ബേട്ടിയാം ഭി ഹോ സക്തി ഹേ. ഇസി കഹാനിനെ. അപ്പോൾ ഈ കഹാനിയിൽ എന്താണ്? ഈ കഥയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, 4 പെൺകുട്ടികളും ഉണ്ടാകാമെന്നാണ് പറയുന്നത്. രാജാനെ ഉൻസെ പൂച്ച കെ വേ ഉനെ കിത്നാ പ്യാർ കർത്തി ഹേ. അപ്പം രാജാവ് എന്ത് ചെയ്യാണ്? അവരോട് ചോദിക്കുകയാണല്ലേ. അവനെ, അതായത് അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് രാജാവ് ആ പെൺകുട്ടികളോട് ചോദിച്ചു നോക്കുകയാണല്ലേ. പഹലീനെ കഹ. പഹലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയില്ലേ നമ്മൾ. ഒന്നാമത്തോട് പറയണ എന്താണ്? മേ തുമേം ഉത്തനാ സാരാ പ്യാർ കർത്തേഹും ജിത്തനാ ബടാ സൂരജ് ഹേ. അവൾ എന്താ പറയുന്നത്? ഫസ്റ്റ് പെൺകുട്ടി എന്താ പറയുന്നത്? എനിക്ക് നിങ്ങളെ എത്രത്തോളം ഇഷ്ടമാണ്. തുമേ ഇത്തിനാ സ്യാരാ പ്യാർ കർത്തേഹും ജിത്തനാ ബടാ സൂരജ് ഹേ. സൂരജ് എന്താണ്? സൂര്യൻ അല്ലേ. എനിക്ക് നിങ്ങളെ സൂര്യനോളം ഇഷ്ടമാണെന്ന് പറയുകയാണല്ലേ. രാജാനെ ഖുഷി സെ സിർ ഹിലാദിയ. രാജാവ് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാണ്? സിർ എന്ന് പറഞ്ഞാൽ എന്താണ്? തല അല്ലേ. സിർ ഹിലാദിയ. സിർ ഹിലാദിയ എന്ന് പറഞ്ഞാൽ തലയാട്ടി അല്ലേ. ദൂസരീനെ കഹ. അപ്പൊ രണ്ടാമത്തവൾ എന്താ പറയുന്നത്? മേ തുമേം ഉത്തനാ ചാത്തി ഹും ജിത്തിന ചാന്ദ് സിതാരെ ആസ്മാൻ മേഹി. ആകാശത്തിലെ നക്ഷത്രങ്ങളും ചന്ദ്രനും ഉള്ളതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണല്ലേ. രാജാനെ ഖുഷി സെ സിർ ഹിലായ ഓർ തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക. രാജാവ് എന്ത് ചെയ്യാണ്? സന്തോഷത്തോടു കൂടി തലയാട്ടി മൂന്നാമത്തെ മകളെ നോക്കുകയാണ് അല്ലേ. തീസരി ചുപ് കടീതി. അപ്പൊ മൂന്നാമത്തവൾ എന്താണ്? ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് അല്ലേ. വഹ് ബോലി മേ തുമേ ഗാനേ മേ നമക്കിത്തന പ്യാർ കർത്തിഹും. അപ്പൊ അവൾ എന്താ പറയുന്നത്? ഭക്ഷണത്തിൽ ഉപ്പ് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആര് പറയാണ്? മൂന്നാമത്തെ പെൺകുട്ടി പറയാണ് അല്ലെ. എന്താ പറയുന്നത്? മേ തുമേ ഗാനേ മേ നമക് ജിത്തന പ്യാർ കർത്തിഹും. കഹാനി ലംബി ചൽത്തി ഹെ. കഥ അങ്ങനെ നീണ്ടു പോവുകയാണ് അല്ലെ. പഹലെ രാജാക്കോ യഹ് ആവാസ് പസന്ദ് നെഹി. പഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ദ് നെഹി ആത്ത. പഹലെ എന്താണ്? ഫസ്റ്റ് അല്ലേ. ആദ്യ രാജാവിന് എന്തായിരുന്നു? യഹ് ജവാബ് പസന്ദ് നെഹി ആത്ത. ഈ മറുപടി എന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടില്ല. पर कहानी के अंत में राजा गाने में तഥാ ജീവൻ में നമുക്ക് മഹത് സമझ जाता है. പക്ഷെ എന്താണ്? ഈ കഥയുടെ അവസാനത്തിൽ എന്താണ്? അപ്പൊ കഹാനിക്ക് അന്തമേ എന്ന് പറഞ്ഞ അവസാനത്തിൽ അല്ലേ. വഹ് രാജ ഗാനേമേ. ആ രാജാവ് ഭക്ഷണത്തില് തഥാ ജീവനും അതുപോലെ തന്നെ ജീവിതത്തിലും നമുക്കൊക്കെ മഹത്വക്കോ സമജാത്ത, നമുക്കിൻ്റെ ഉപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. തബ് അപ്പനി ചോട്ടി ബേട്ടിക്കോ പ്യാർ ഗഹ്റായിക്കോ സമജ്താ ഹെ. അപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് മനസ്സിലാകുന്നത്? തൻ്റെ ഇളയ മകളുടെ സ്നേഹത്തിൻ്റെ ഗഹ്റായി മീൻസ് ആഴല്ലേ, ആഴം മനസ്സിലാകുന്നത്. സമജ്താ ഹെ മീൻസ് മനസ്സിലാക്കുക അല്ലെ, മനസ്സിലാകുന്നത്. तुम ध्यान से पढ़े तो पाओगे कि यह कहानी तो राजा की है न उसकी पसंद की. അപ്പം എന്താണ്? നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ എന്താണ്? ഈ കഥ എന്താണ്? രാജാവിൻ്റെതോ. ഈ കഹാനി തോ രാജാ കി ഹെ. അതുപോലെ തന്നെ എന്താണ്? ന ഉസ്കി പസന്ത് കി. തിരഞ്ഞെടുക്കപ്പെട്ടതോ അല്ലെ രാജാവിൻ്റെതോ തിരഞ്ഞെടുക്കപ്പെട്ടതോ നിങ്ങൾ കണ്ടെത്തും അല്ലേ. അപ്പം ഈ കഥ എന്തിൻ്റെതാണെന്നാ പറയുന്നത്? യഹ് കഹാനി न उसकी बेटियों के बारे में है न उनके कहने के बारे में है. ഈ കഥ എന്തിനെ കുറിച്ചുള്ളതല്ല. ഈ കഥ അവൻ്റെ പെൺമക്കളെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ അവർ പറഞ്ഞതിനെ കുറിച്ചോ ഒന്നുമല്ല അല്ലേ. യഹ് നമക്കി കഹാനി. ഇത് എന്തിൻ്റെ കഹാനിയാണ്? ഉപ്പിൻ്റെ കഥയാണല്ലേ. യഹ്
നമക് കി കഹാനി ഹെ, ഇത് ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ബി ഏക് നമക് കി കഹാനി ലിഖി തി. മഹാത്മാഗാന്ധിയും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ഉപ്പിൻ്റെ കഥ എഴുതിയിട്ടുണ്ട് അല്ലേ. വഹ് कहानी उन्होंने बोलकर नहीं लिखी, वह कहानी उन्होंने चलकर लिखी थी. അത് അദ്ദേഹം എങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത് അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തിട്ടല്ല, ആ കഹാനി ഉന്നോനെ ബോൾക്കർ നെഹി ലിഖി, സംസാരിച്ചു കൊണ്ടിട്ടുള്ളല്ലേ എഴുതിയിട്ടുള്ളത് അല്ലേ. പിന്നെ എങ്ങനെയാണ് കഹാനി ഉന്നോനെ ചൽക്കർ ലിഖി, അദ്ദേഹം നടന്നുകൊണ്ടാണല്ലേ ഈ കഥ എഴുതിയിട്ടുള്ളത്. वह कहानी उन्होंने സൈക്കടോ മിൽ ജൽക്കർ ലിഖി തി. എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? അദ്ദേഹം കഥ എഴുതിയിട്ടുള്ളത് 100 കണക്കിന് മൈലുകൾ നടന്നിട്ടാണ് അല്ലേ. സൈക്കടോ മിൽ ജൽക്കർ ലിഖി തി. വഹ് ഉൻകെ സത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖി തി. അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളുമാണല്ലേ ഇത് എഴുതിയിട്ടുള്ളത്. വേ സബ് ഹമാരെ ദേശ് മീം അംഗ്രസോം ദവാര കി രാജാഹി अदादुल लूट से चिंतित है, जो हमारा देश को अंग्रेजी को चंगुल से छुड़ाना चाहते थे. അംഗ്രേസി എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രിട്ടീഷുകാരല്ലേ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അല്ലേ, അതായത് ഇന്ത്യയെ പുത്തൻ വഴിയിൽ നയിക്കുക എന്ന സ്വപ്നം കണ്ട് ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും ജോ ഹമാര ദേശ് അംഗ്രേസിക്കോ ചങ്കുൽ ജുഡാനി ചാഹത്തെ, നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ച ബ്രിട്ടീഷുകാരെന്താണ്? നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ നടന്ന വിവേചനരഹിതമായിട്ടുള്ള കൊള്ളയെക്കുറിച്ചും എല്ലാം എന്ത് ചെയ്തിരുന്നു? നമ്മളെല്ലാവരും അവരെല്ലാവരും എന്ത് ചെയ്തിരുന്നു? ആശങ്കാകുലരായിരുന്നു അല്ലേ. जिन्होंने भारत देश की नई तरह चलाने का सपना आंखों में लिया था. उन दिनों अंग्रेजों में भारत में नमक पर ടാക്സ് ലഗാത. കാലത്ത് എന്താണ്? ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? നമക്കിലെ ഉപ്പിൽ എന്ത് ചെയ്തു? ടാക്സ് അല്ലെ. ടാക്സ് ലഗാ രഹാത, ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു, നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇസ്സേ നമക് ബഹുത് മഹങ്ക ഹോ ഗയാത. അതുകൊണ്ട് തന്നെ എന്താണ്? ആ ഉപ്പിന് വലിയ വിലയൊക്കെ കൂടിയല്ലേ. ബഹുത് മഹങ്ക ഹോ ഗയാത. അംഗ്രേസുനെ ഭാരത് കെ ലോഗോക്ക് ഖുദ് നമക് ബനാനെ സെ രോക് ലഗാത. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യാണ്? സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ തടഞ്ഞു അല്ലേ. രോഗ്ദ अगर कोई अपने ही समुद्र के पानी से नमक बनाता उसे സസ ഹോ സക്തി ഹെ. അപ്പൊ എന്ത് ചെയ്തിരുന്നു അവര്? അഗർ കോയി, സ്വന്തം കടൽ വെള്ളത്തിന് ആരെങ്കിലും ഉപ്പുണ്ടാക്കിയാൽ ശിക്ഷിക്കുമായിരുന്നു അല്ലേ. गांधी सालों पहले अपने कुछ साथियों के साथ अहमदाबाद पैदल दंडी नाम के समुद्र किनारे के गाँव चल पड़े. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്യാണ്? ഗാന്ധിജി തൻ്റെ കൂട്ടാളികൾക്കൊപ്പം അല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കൂട്ടാളികൾക്കൊപ്പം അഹമ്മദാബാദ് ചെന്നിട്ട് എന്ത് ചെയ്യാൻ? ദണ്ഡി എന്ന കടൽത്തീര ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യാണ്? കാൽനട യാത്രയായിട്ട് പുറപ്പെടുകയാണ് അല്ലേ. സമുദ്രക്ക് എവിടെ നോക്കൂ, അംഗ്രേസ് യെസ്. ഗാന്ധിജി സാലവും പഹലെ, വർഷങ്ങൾക്ക് മുമ്പ് അപ്പിനെ കുച്ച് സാത്തിയും കെ തങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം അഹമ്മദാബാദ് സെ പൈദൽ ദണ്ഡി നാമക് സമുദ്ര കെ കിനാരെ ഗാം ചൽ പടേ. वे वहां जाकर समुद्र के पानी कूद नमकर बनाकर अंग्रेज इनको काला कानून തോടുന്ന ചാഹത്തേതെ. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്? ദണ്ഡി എന്ന കടപ്പുറം അവിടെ ചെന്നിട്ട് കരിനിയമം ലംഘിക്കുകയാണ് അല്ലേ. കാലാ കാനൂൻ തോടുന്ന ചാഹത്തെ. കാലാ കാനൂൻ എന്ന് പറഞ്ഞാൽ കരിനിയമം അല്ലേ. അപ്പൊ കരിനിയമം ലംഘിച്ച് അവരെന്ത് ചെയ്യാണ്? ഉപ്പുണ്ടാക്കുകയാണ് അല്ലേ. നമക് ബനാക്കർ അംഗ്രേസോക്കോ കാലാ കാനൂൻ തോടുന്ന ചാഹത്തേതെ. അവിടെ ചെന്നിട്ട് അവര് ബ്രിട്ടീഷുകാരുടെ കരിനിയമം ലംഘിച്ച് എന്ത് ചെയ്യാണ്? കടൽ വെള്ളത്തിന് ഉപ്പുണ്ടാക്കാൻ ആരാഗ്രഹിക്കുകയാണ്? ഗാന്ധിജി ആഗ്രഹിച്ചു അല്ലേ. ഗാന്ധിജി 3 ഹഫ്തോം സെ ബി അധിക് പൈദൽ ചലത്തെ രഹെ. 3 ആഴ്ചയിലേറെ എന്ത് ചെയ്തു? ഗാന്ധിജി നടത്തം തുടർന്നു അല്ലേ. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആക്കർ ചൂടത്തെ ഗയെ. അങ്ങനെ നാടിൻ്റെ നാനാം ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ ആളുകൾ വന്നു ചേരുകയാണ് അല്ലേ. ഇസ് തര ജബ് ഹുവേ ദണ്ഡി പഹുഞ്ചെ ഉൻകെ സത് ഹസാരോ ലോഗ് थे जो समुद्र के पानी में गुले नमक को बाहर लाकर अंग्रेजों को कानून तोड़ना चाहते थे. അപ്പൊ എന്താ പറയുന്നത്? ഇസ് തര ജബുവേ ദണ്ഡി പഹുഞ്ച്. ദണ്ഡിയിൽ എത്തി നോക്കുമ്പോൾ എന്തായിരുന്നു? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലേ.
ആയിരക്കണക്കിന് ഉപ്പ് ലംഘിച്ച ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അല്ലേ. ഇസസെ ഭാരത് പർ അംഗ്രേസോക്കെ പക്കഡ് ധീലിപ്പെടുത്തി. അങ്ങനെ എന്താണ് ആ അംഗ്രേസികൾ അല്ലേ, ഇംഗ്ലീഷുകാർ ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ എന്ത് ചെയ്തു, ഒരു അയവ് വരുത്തിയല്ലേ. രാസ്തേമേ കൈ ഗാവ് പടേ, രാസ്തയിൽ എന്താണ് വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ഗാന്ധിജി ഓർ ഉൻകെ സാത്തി ജഹാംബി രൂപത്തെ ഗാംവാലോ ഉനെ പൂരെ മനസ്സെ ഗാന ഗിലാത്തെ. എന്നിട്ട് എന്ത് ചെയ്യാണ് അവിടുത്തെ ഗാന്ധിജിയും കൂട്ടരും താമസിക്കുന്നിടത്തിൽ എന്താണ് ഗ്രാമവാസികൾ അവർക്ക് എന്ത് ചെയ്തു, പൂർണ്ണ ഹൃദയത്തോടെ, അതായത് വളരെ സന്തോഷത്തോടെ എന്ത് നൽകി, ഭക്ഷണമൊക്കെ നൽകിയല്ലേ. गांधी और उनके साथी जहाँ भी रुकते गांव वाले उन्हें पूरे मन से गाना गिलाते। दिन वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते हैं. പിന്നെ എന്ത് ചെയ്യും, ഇവരെല്ലാം രാത്രി ഏതെങ്കിലുമൊക്കെ ഗ്രാമത്തിൽ ചെലവഴിച്ച് രാവിലെ വീണ്ടും അവിടുന്ന് യാത്ര പോവുക അല്ലേ. ദണ്ഡി പഹുച്ചത്തെ ഹി സബിക്കോ സമുദ്രക്ക ആസ്മാൻ തക് ഫൈല. ദണ്ഡിയിലെത്തിയപ്പോൾ തന്നെ എന്തായിരുന്നു, ആകാശത്തോളം പരന്നു കിടക്കുന്ന കടലിന്റെ വിസ്തൃതി എന്ത് ചെയ്യാണ് എല്ലാവരും കണ്ടു അല്ലേ. വിസ്താർ ദേക്ക ലഹരയും ദീക്കി. പിന്നെ എന്ത് കണ്ടു, തിരമാലകൾ കണ്ടു അല്ലേ. ലഹരോ മീൻ ചമക്ത സൂരജ് ദീക്ക. പിന്നെ എന്ത് കണ്ടു, തിരമാലകളിൽ സൂര്യൻ തിളങ്ങുന്നത് കണ്ടല്ലേ. കിനാരേക്ക് ഗണ്ണോമിൻ നമക് സെ ഗാദാ ഹുവ പാനി ഓർ അപ്പിനെ ആപ് ബന നമക് ദിക്ക. എന്നിട്ട് എന്ത് ചെയ്യാണ്, തീരത്തെ കുഴികളിലൊക്കെ ഉപ്പ് കലർന്ന വെള്ളം സ്വയം രൂപപ്പെട്ട ഉപ്പൊക്കെ അവർ കണ്ടു അല്ലേ. उन सभी को गांधी जी ने यहाँ लाकर पूरे देश के अंग्रेजों में मुक्त होने का रास्ता दिखा दिया. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി ഗാന്ധിജി എന്ത് ചെയ്യാണ്, രാജ്യത്തിനാകെ കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ. दिखा दिया. हमारे दोस्त और कहानीकार आनंदमूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उड़ाया, उन्होंने देश के आज़ाद होने का रास्ता खोल दिया. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ ആസാദ് ഹോ ഗയ. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ സുഹൃത്തും കഥാകാരനുമായിട്ടുള്ള അനന്തമൂർത്തി എന്ത് ചെയ്യാണ്, കൽത്തെ ദേക്കി ജബ് ഗാന്ധിജിക്ക് സമുദ്ര കിനാരെ, ഗാന്ധിജി കടൽ തീരത്ത് വെച്ച് എന്ത് ചെയ്യാണ്, അനന്തമൂർത്തി പറയാറുണ്ടായിരുന്നില്ല എന്താണ്, കടൽ തീരത്ത് വെച്ച് ഗാന്ധിജി ഒരു പിടി ഉപ്പ് കയ്യിലെടുത്തപ്പോൾ എന്ത് ചെയ്യാണ്, രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള വഴി തുറന്നതല്ലേ. അങ്ങനെ രാസ്ത ഗോൾ ദിയ. 17 വർഷ ബാദ് സച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആസാദ് ഹോ ഗയ. അങ്ങനെ 17 വർഷത്തിന് ശേഷം പാത പിന്തുടർന്ന് രാജ്യം എന്ത് ചെയ്യാണ്, യഥാർത്ഥ സ്വതന്ത്രയായി മാറിയല്ലേ. ഇസ് കഹാനിമേ ഓർ ബി കൈ ബീത്തരി ഗുമാവ് ഹെ. എന്താ പറയുന്നത്, ഈ സ്റ്റോറിയിലല്ലേ, ഈ കഥയിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ബീത്തരി ഗുമാവ് അല്ലെ, ആന്തരികമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലേ. ട്വിസ്റ്റുകൾ ഇതിലുണ്ട്. ഗുമാവ് മീൻസ് ട്വിസ്റ്റ്. തും വഹ് സബ് ഗുദ് ഗോജോ, അതെല്ലാം നിങ്ങൾ സ്വയം കണ്ടെത്തൂ. ഗുദ് യഹ് ഗോജോ കി ഹം കിൻ കിൻ രാസ്തോമേ അംഗ്രോസോ കി ചങ്കുൽ സെ ചുട്ടേതെ. അപ്പം ഏതൊക്കെ വഴികളിലൂടെയാണ് ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നമ്മൾ മോചിതനായെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വയം കണ്ടെത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയുമായിരുന്നല്ലേ ഈ സ്റ്റോറി പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓരോ സൈഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, अंग्रेजों ने भारत के लोगों के गुद नमक बनाने से रोक रखा था. എന്താണ് അംഗ്രേസികളല്ലേ, അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, ഭാരത് കെ ലോഗോങ്കോ ഗുദ് നമക് ബനാനേക്കോ രോക് രക്കാത, ഇന്ത്യയിലെ ജനങ്ങളെ സ്വയം ഉപ്പുണ്ടാക്കുന്നത് തടഞ്ഞല്ലേ. ദെൻ ഓർ നമക് പർ ടാക്സ് ലഗ, അതുപോലെ തന്നെ ഉപ്പിൽ എന്ത് നികുതി ചുമത്തുകയും ചെയ്തു അല്ലേ. ഇസ്കാ കാരൻ ക്യാ ഹോഗ, അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും, യെസ് എന്താണ്, अंग्रेजों ने नमक का टैक्स लगाकर और भारतीयों को गुद नमक बनाने से रोककर अपना आर्थिक लाभ की സുനിശ്ചിത് കിയ. എന്താണ്, അവരുടെ സാമ്പത്തിക നേട്ടം അല്ലെ അവർ ഉറപ്പാക്കുകയാണല്ലേ അതിലൂടെ. इससे वे नमक उत्पादन और बिक्री पर ഏകാധികാർ ബനായെ രഖ് സക്തേ ദേ ഓർ ഭാരതീയോം സെ അധികർ വസൂൽ സക്തേ ദേ. അപ്പം അവരങ്ങനെ എന്ത് ചെയ്യാണ്, ഉപ്പിൻ്റെ ഉൽപ്പാദനത്തിലും വിൽപ്പനയിലും കുത്തക നിലനിർത്താനും
ഉയർന്ന ഇന്ത്യക്കാരിൽ നിന്ന് അത് ഉയർത്താനും അതുപോലെ തന്നെ ഇന്ത്യക്കാരിൽ നികുതി പിരിക്കാനും ഇത് അവരെ അനുവദിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നിങ്ങൾ ഇതുപോലെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ ആസാദ് ഹോ ഗയ. 17 വർഷത്തിന് ശേഷം ഇതേ പാത പിന്തുടരുന്ന രാജ്യം എങ്ങനെ എന്ത് ചെയ്യാണ്? ചലാ ഹുവ ആസാദ് ഹോ ഗയ അല്ലെ, സ്വതന്ത്രയായി മാറുകയാണ്. ഇസ് രാസ്തേമേ ഹുയി മുഖ്യ ഘടനായ ക്യാ ക്യാ. അപ്പം ഈ വഴിയിൽ, അതായത് ഈ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലുണ്ടായ ഘടന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ആ വഴിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്? ഇസ് രാസ്തേമേ മുഖ്യ ഘടന എന്തി ഗാന്ധിജിക്ക് ദണ്ഡി മാർച്ച് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? ജിസ്മി ഉനിയം സമുദ്രക്ക് പാനിക്ക് ഗോത് നമക് ബനായ ഓർ अंग्रेज सिंह के नमक कानून का उल्लंघन किया. इसके बाद लोगों में आंदोलन फैला और देश के संपूर्ण राष्ट्रीय एकता के साथ स्वतंत्रता की लड़ाई ली. എന്താ ഉണ്ടായത്? ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വഴിയിൽ എന്താണ്? ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് അല്ലേ. അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്? കടൽ നിന്ന് ഉപ്പുണ്ടാക്കി അല്ലേ. അതുപോലെ ബ്രിട്ടീഷ് നിയമമൊക്കെ ലംഘിച്ചു അല്ലേ. उल्लंघन किया. देन इसके बाद लोगों में आंदोलन फैला और देश ने संपूर्ण राष्ट्रीय एकता के साथ स्वतंत्रता की लड़ाई. അങ്ങനെ എന്താണ്? രാജ്യം ഇതിനുശേഷം പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുകയും രാജ്യം സമ്പൂർണ്ണ ദേശീയ ഐക്യത്തോടെ സ്വാതന്ത്ര്യത്തിനായിട്ട് എന്ത് ചെയ്യാണ്? പോരാടുകയും ചെയ്തു അല്ലേ. നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി നോക്കൂ. ഇസ് ഘടനാവോക്കെ ക്രമത്തിലേക്ക്. ഇവിടെ തന്നിട്ടുള്ള ഘടനകളെ സംഭവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കി എഴുതണം അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ബേ സബി ലോഗ് രാത് കിസി ഗാവ് കെ കാട്ടെ ഒരു സുബഹെ ഫിർ ചൽ പടുത്തെ. എല്ലാവരും എന്ത് ചെയ്യായിരുന്നു? രാവിലെ അവിടെ എന്ത് ചെയ്യായിരുന്നു? സബി ലോഗ് രാത് കിസി ഗാവ്മേ കാട്ടെ ഒരു സുബഹ് ഫിർ ചൽ പടുത്തെ. രാത്രിയിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ താമസിച്ചിട്ട് രാവിലെ പിന്നീട് യാത്ര ആരംഭിക്കും അല്ലേ. ഇസ് പ്രകാർ ഗാന്ധിജിനെ പൂരെ ദേശ് കോ അംഗ്രേസ് സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇസ് പ്രകാരം, ഈ പ്രകാരം എന്ത് ചെയ്യാണ്? എല്ലാവരും എന്ത് ചെയ്യാണ്? ഗാന്ധിജിനെ പൂരെ ദേശ് കോ അംഗ്രേസ് കോ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇതുവഴി എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നും വീണ്ടും സ്വതന്ത്രമാകാനുള്ള വഴി ഗാന്ധിജി രാജ്യത്തിനാകെ കാണിച്ചു കൊടുത്തു അല്ലേ. യാത്രയ്ക്ക് ദൗരാൻ ഹസാരോ ലോഗ് ചുടുത്തേ ഗയേ. യാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നു. ദെൻ ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപടെ. ഗാന്ധിജി കടൽ തീരത്തേക്ക് എങ്ങനെയാ പോയത്? കാൽനടയായിട്ടായിരുന്നു അല്ലേ. രാസ്തേമേ കൈ ഗാവ് പടേ. വഴിയിൽ രാസ്തേയും കയ്യും ഗാവും പടേ. വഴിയിൽ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ സമുദ്രക്ക് പാനീസെ നമക് ബനാക്കർ അംഗ്രീസോം കോ കാനൂൻ തോട. അങ്ങനെ എന്ത് ചെയ്യാണ്? കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി അവരെന്ത് ചെയ്യുക? ബ്രിട്ടീഷ് നിയമം ലംഘിച്ചു അല്ലേ. അപ്പൊ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് ഏതായിരിക്കും വരിക? ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽ ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽ പടേ. നെക്സ്റ്റ് യാത്രാക്കെ ദൗരാൻ ഹസാരോ ലോഗ് ചുട്ടേ ഗയേ. ദെൻ രാസ്തേ മേ കയി ഗാവ് പടേ. അപ്പൊ ഫസ്റ്റ് ഏതാണ്? ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽ പടേ. ദെൻ യാത്രയ്ക്ക് ദൗറാൻ ഹസാറോം ലോഗ് ചുട്ടേ ഗയേ. ദെൻ മൂന്നാമത് രാസ്തേ മേ കയി ഗാവ് പടേ. ദെൻ നാലാമത് ഏതായിരിക്കും? വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ ഒരു സുബഹ് ഫിർ ചൽ പടുത്തെ. ദെൻ അഞ്ചാമത്തത് समुद्र के पानी से नमक बनाकर अंग्रेजों के कानून तोड़ा. देन इस प्रकार गांधी जी ने पूरे देश को अंग्रेजों के मुक्त होने का रास्ता दिखा दिया. ലാസ്റ്റ് ഇതാണല്ലേ വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ദെൻ റെപ്പട്ടിലേക്ക്
ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദണ്ഡി പഹൂഞ്ചെ. എന്താണ് ഗാന്ധിജി അഹമ്മദാബാദിലേക്ക് എന്താണ് ദണ്ഡി കടൽത്തീരത്തെ കാൽനടയായിട്ട് നടന്നു വരികയാണ് അല്ലെ, നടന്ന് എത്തി. ഗൂദ് നാമക് ബനാക്കർ അംഗ്രേസോക്ക കാനുനാത്തോട്. അങ്ങനെ സ്വയം ഉപ്പ് നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു അല്ലെ. इस घटना पर समाचार പത്രികയിലെ एक റിപ്പോർട്ട് തയ്യാറാക്കാൻ, ഈ സംഭവത്തെക്കുറിച്ച് പത്രത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഘടനയ്ക്ക് എന്തൊക്കെ അവിടെ ആവശ്യമായിട്ടുള്ളത്, അതായത് എപ്പോഴാണ്, എന്താണ് സംഭവിച്ചത്, ദെൻ കബ് എപ്പോൾ അല്ലേ, ദെൻ കഹാം എന്ന് പറഞ്ഞാൽ എവിടെ, ക്യോം എന്തുകൊണ്ട്, കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റിപ്പോർട്ട് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം, മഹാത്മാഗാന്ധിനെ തോടാ നാമ കാനൂൻ ദണ്ഡി 6 अप्रैल 1930. ദെൻ മഹാത്മാഗാന്ധിനെ 12 मार्च 1930 को अहमदाबाद से दंडी तक ऐतिहासिक യാത്ര പ്രാരംഭിക്കി. എന്താണ്, മഹാത്മാഗാന്ധി 1930 മാർച്ച് 12 അഹമ്മദാബാദിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള തൻ്റെ ചരിത്രയാത്ര ആരംഭിച്ചു. यह यात्रा ब्रिटिश सरकार के नमक करके विरोध में थी, जो भारतीयों को नमक बनाने के रोकती थी. അപ്പം എന്താണ് ഇത്, ഇന്ത്യക്കാരെ ഉപ്പുണ്ടാക്കുന്നത് തടയുന്ന ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉപ്പ് നികുതിയിൽ പ്രതിഷേധിച്ചിട്ടായിരുന്നു ഈ യാത്ര. ദെൻ नेक्स्ट नाम कह रहे हैं 3 हफ्तों में अधिक चली इस पदयात्रा में गांधी जी के साथ हजारों लोग जुटते गए. അപ്പോൾ ഈ പദയാത്രയിൽ എന്താണ് 3 ആഴ്ചയിലേറെ നീണ്ടു നിന്ന മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു, ഗാന്ധിജിയോടൊപ്പം ചേർന്നു. 6 अप्रैल को गांधी जी ने दंडी के समुद्र तट पर पहुंच समुद्र के पानी से नमक बनाकर ब्रिटिश कानून का उल्लंघन किया. देन इस प्रतीकात्मक कार्य स्वतंत्रता संग्राम कोई नहीं दिशा दी. नेक्स्ट एदां गांधी जी के नेतृत्व में यह आंदोलन ब्रिटिश शासन के खिलाफ एक बड़ा मौन साबित हुआ. എന്താണ്, ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന പ്രസ്ഥാനം എന്താണ്, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വഴിത്തിരിവായിട്ട് മാറുകയാണ് അല്ലേ. ദെൻ गांधी की इस कदम से पूरे देश में जागरूकता फैली और स्वतंत्रता आंदोलन न कोई ऊर्ज मिली. तब इस संघर्ष ने भारत की स्वतंत्रता की ओर अग्रसर किया और 17 वर्ष बाद भारत स्वतंत्र हुआ. അപ്പം എന്താണ്, സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടം ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും 17 വർഷത്തിന് ശേഷം എന്ത് ചെയ്യാണ്, ഇന്ത്യ സ്വതന്ത്രമാവുകയും ചെയ്തു. അപ്പം ഇതുപോലെ റിപ്പോർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, റിപ്പോർട്ട് ആധാർ पर സഹി യ ഗലത് കി നിശാൻ ലഗായേ. റിപ്പോർട്ട് അനുസരിച്ച് ശരി അല്ലെങ്കിൽ തെറ്റെന്ന് അടയാളപ്പെടുത്താനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ശീർഷക് ലിഖാഹി, നിങ്ങൾ ശീർഷകം എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ ടിക്ക് ചെയ്യുക. ദെൻ സ്ഥാൻ ലിഖാഹി, സ്ഥാൻ എഴുതിയിട്ടുണ്ടല്ലോ. ദെൻ ഘടന കാ വിവരൺ ഹെ, വസ്തുനിഷ്ഠത ഹെ. ദെൻ എന്താണ്, ദൃഷ്ടികോൺ ഹെ, അതായത് കാഴ്ചപ്പാട് അല്ലേ. അതൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാത്തിലും നിങ്ങൾക്ക് ടിക്ക് ഇട്ടെടുത്ത് കൊടുക്കാം. ദെൻ പ്രൊഫൈൽ തയ്യാർ കരയും ഓർ പ്രദർശനി ചലായേ. എന്താണ്, പ്രൊഫൈലാണല്ലേ, स्वातंत्र समर सेनानियों को स्वतंत्रता सेनानियों को परिश्रम की देन ही आज़ादी. स्वतंत्र सेनानियों को പ്രൊഫൈൽ തയ്യാർ കരയും ഓർ ആൽബം ഡിജിറ്റൽ ആൽബം ബനായേ. അപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളൊക്കെ ശേഖരിച്ച് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ആൽബമോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഡിജിറ്റൽ ആൽബമോ ഒക്കെ ഉണ്ടാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്രതാ സംഗ്രാം की संबंधित जानकारियों को इकट्ठा करें और प्रदर्शन चलाए. പ്രദർശനം നടത്താനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിൻ്റെയും അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായിയുടെയും ഒരു പ്രൊഫൈലും പിക്ചറൊക്കെ നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു അല്ലെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ